ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അത് പുതിയ സൈസ് വെണ്ടയ്ക്കയാണ്. ഇതിങ്ങനെ കൊല കുത്തി ഉണ്ടാകുന്ന വെണ്ടയ്ക്കയാണ്. കണ്ടോ, നിറയെ ഉണ്ടാകുന്ന പൂവുണ്ട്. അത് 2-3 പൂവ് ഉണ്ടായതിന് വെണ്ടയ്ക്ക് വന്നില്ല. ഒരു 6 ചെടിയാണ് ഞങ്ങൾ വെച്ചുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, ബാക്കിയെല്ലാം ഞങ്ങൾ തറവാട്ടിലാണ് കൃഷി ചെയ്യുന്നത്. കൊണ്ട് ഈ ചെറിയതിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പയർ ഞങ്ങൾ ഗ്രോബായിലാണ് വെച്ചേക്കുന്നത്. അത് ഞങ്ങളുടെ ചെറിയ മതിലുണ്ട് ഫ്രണ്ടിൽ, അപ്പോൾ ആ മതിലെ വെച്ചിട്ട് ഞങ്ങൾ കയറ്റിയേക്കുവാണ്. അപ്പോൾ ഇതിൽ കമ്പൊന്നും കൊച്ചിട്ടില്ല. ഇപ്പുറത്തെ സൈഡ് റോഡാണ്. സപ്പോസ് അത് വീണാൽ നമ്മുടെ ആരുടെ മേഘത്ത് വീഴുമോ, അല്ലെങ്കിൽ വണ്ടിയൊക്കെ പോകണം തടസ്സമാകാതിരിക്കാൻ വേണ്ടി. ഇതെല്ലാം ഹസ്ബൻഡിൻ്റെ ഐഡിയാണ്. ഹസ്ബൻഡാണ് ചെയ്യുന്നത്. ഞാൻ കൂടെ നിന്നോ അതോ എടുത്തു കൊടുക്കുന്നതല്ലാതെ നമ്മളിതൊന്നും ചെയ്യാറില്ല കേട്ടോ. ഗ്രോബായിൽ മണ്ണൊക്കെ നിറച്ച് കൊടുക്കും അത്യാവശ്യം. ബാക്കി കയറ് കിട്ടുന്നതും ഇതെല്ലാം ചെയ്യുന്ന ഹസ്ബൻഡാണ്. പിന്നെ ഇങ്ങോട്ട് മാറുമ്പോൾ ഇവിടെ ഒരു കോവലുണ്ട്. അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം കോവയ്ക്കൊക്കെ കിട്ടും. വീട്ടിലേക്കുള്ള ആവശ്യത്തിന് നമുക്ക് കിട്ടും കേട്ടോ. ഇതാണ് നീണ്ട ടൈപ്പ് കോവയ്ക്കാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സ്ട്രോബെറി ഉണ്ട്. ഞങ്ങൾ ടൂറിന് പോയപ്പോൾ കൊണ്ടുവന്നാണ്. അത്യാവശ്യം ഇതിപ്പോൾ കാണിച്ചു തരാവേ. അത് അത്യാവശ്യം കായൊക്കെ ഉണ്ട്. ഒരു 7 കായുണ്ട്. നല്ല തണുപ്പ് സമയത്താണ് കേട്ടോ അതുണ്ടാകുന്നത്. പിന്നെ അത് ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതാണ് സ്ട്രോബെറി. ഇതാണ് കേട്ടോ. ഇപ്പോൾ അതിൽ കായൊന്നുമില്ല. നല്ല മഞ്ഞ് സീസണിലുണ്ടായത്. പിന്നെ ഈ ചെറിയ പയർ ഉണ്ടായിട്ടുണ്ട്. ഇത് ചെറിയ പയർ ഇതുണ്ടായിട്ടുണ്ട്. ഇത് അപ്പുറത്തെ വീടാണ് കേട്ടോ, ബിന്ദുമ്മയുടെ വീടാണ്. അത് എങ്ങനെ അടുത്ത വീടായതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ തന്നെ അത് ഉൾപ്പെടും കേട്ടോ. ഇത് മുളക്, പുതിയ സൈസ് മുളകാണ്. നല്ലൊരു ഉണ്ട മുളകാണ്. അത് നല്ല എരിവും ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള പയറുണ്ട് കേട്ടോ. നമ്മുടെ ഈ പയർ തീരാറാവുമ്പോൾ നമ്മൾ ഇതിൻ്റെ തന്നെ വിത്തെടുത്ത് വേറെ ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ച് വയ്ക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മളിപ്പോൾ കുറേ നാളായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന. കടയിൽ നിന്ന് പയർ വാങ്ങിക്കാറില്ല കേട്ടോ. ഇങ്ങനെ ഓരോന്നും പരീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്ത് വിത്ത് കിട്ടിയാലും നമ്മളത് ചെയ്തിരിക്കും. പിന്നെ മുകളിലുണ്ട് കേട്ടോ, ടെറസിൻ്റെ മുകളിൽ കുറച്ച് കോവയ്ക്കുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. ഇതേ മുകളിലോട്ട് പോകപ്പോൾ തന്നെ കാണിച്ചു തരാവേ. ഇതാണ് ടെറസിൻ്റെ മുകളിൽ കോവയ്ക്കുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വിളയുന്നുണ്ട് കേട്ടോ. കോവലിന് പ്രത്യേകിച്ച് വളമൊന്നും, കുറച്ച് വളവും കൊടുക്കാം. പിന്നെ ഞങ്ങൾക്ക് ചാണകപ്പൊടിയുണ്ട്. ആ ചാണാനും ഇടും. വേറെ പ്രത്യേകിച്ച് രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കുറവാണ് കേട്ടോ. പിന്നെ കോവലിനാകുമ്പോൾ അങ്ങനെ കേടുപാടുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് താഴെ ഒരു ബോക്സല്ല, ഒരു ബീപ്പ കട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് മുകളിലോട്ട് കയറുന്നത്. പിന്നെ ഞാൻ കൂടെ ഒരു മുയലും കുഞ്ഞുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോയിൽ.